നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ തമിഴ്നാട് സ്വദേശിനിയായ കൃഷ്ണവേണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. സംഭവത്തിൽ കൃഷ്ണവേണിയുടെ ഭർത്താവ് സേലം ആത്തൂർ സ്വദേശി മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് വൈകുന്നത് വോട്ടർമാർക്കിടയിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുവെന്നും ഇക്കാര്യം വേഗത്തിൽ തീരുമാനിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും നിയുക്ത MLA ആബിദ് ഹുസൈൻ തങ്ങൾ. ശക്തമായ ഇടിമിന്നലിൽ വാണിയംകുളം പനിയൂരിൽ വീട്ടിലും പരിസരത്തും വ്യാപക നാശനഷ്ടം. ഇടിമിന്നലേറ്റ് വീടിന് കേടുപാടുകൾ. തിരുവേഗപ്പുറം മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്തെ പുഴയിൽ നിന്നും മണൽ നീക്കം പുനരാരംഭിച്ചത് വ്യവസ്ഥകൾ പാലിക്കാതെയെന്ന് ആക്ഷേപം. പുഴ മലിനമാക്കുന്ന തരത്തിൽ പ്രവർത്തികൾ നടക്കുന്നെന്ന് നാട്ടുകാരുടെ പരാതി. മഴയിലും ചോരാത്ത ആവേശവുമായി തൂതപ്പൂരം. വർണ്ണക്കാഴ്ചയേകി മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ പൂരവും ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം തെന്നടി ബസാറിലെ വാടക വീട്ടിൽ തമിഴ്നാട് സ്വദേശിനിയായ കൃഷ്ണവേണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സംഭവത്തിൽ കൃഷ്ണവേണിയുടെ ഭർത്താവ് സേലം ആത്തൂർ സ്വദേശി മണി എന്ന മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് കൃഷ്ണവേണിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ആദ്യം ദുരൂഹതയുണ്ടായിരുന്നെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ് ക്രൂരമായ കൊലപാതക വിവരം പുറത്തുവന്നത്. കൃഷ്ണവേണിയെ മണികണ്ഠൻ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. യുവതിയുടെ കഴുത്തിൽ കണ്ട കയർ കുരുങ്ങിയ പാടുകൾ മുൻപ് നടന്ന ആത്മഹത്യാ ശ്രമത്തിന്റേതാണെന്ന് പറഞ്ഞ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതി ആദ്യം ശ്രമിച്ചത്. കൃഷ്ണവേണിയുടെ തലയിലേറ്റ ക്ഷതവും ആത്മഹത്യാ ശ്രമത്തിനിടെ സംഭവിച്ചതാണെന്നായിരുന്നു മണികണ്ഠന്റെ മൊഴി. എന്നാൽ ശാസ്ത്രീയ പരിശോധനയിൽ ഈ വാദങ്ങൾ തള്ളപ്പെട്ടു. കൊലപാതകം നടന്ന ദിവസം ഇരുവരും മദ്യപിച്ചിരുന്നതായും ഇതിനിടയിലുണ്ടായ തർക്കമാകാം കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് അറിയിച്ചു. ചോദ്യം ചെയ്യലിൽ കുറ്റം തെളിഞ്ഞതോടെയാണ് മണികണ്ഠന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് വൈകുന്നത് വോട്ടർമാർക്കിടയിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുവെന്ന് കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥി ആബിദ് ഹുസൈൻ തങ്ങൾ. ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ചുള്ള ഭരണമാറ്റമാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയെ വേഗത്തിൽ തീരുമാനിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിന് അവരുടെ മാനദണ്ഡ പ്രകാരമേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാവൂ എന്നും ആബിദ് ഹുസൈൻ തങ്ങൾ മലബാർ ന്യൂസിനോട് പറഞ്ഞു. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും ഇങ്ങനെ നീണ്ടുപോകുന്നു എന്നതിൽ വലിയൊരു പ്രയാസം കേരളത്തിലെ ജനങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞു, മുഖ്യമന്ത്രി ഇതുവരെ ആയില്ല. അത് വലിയൊരു പ്രയാസമുണ്ട്. കാരണം ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് ഏറ്റവും എളുപ്പം ഒരു മുഖ്യമന്ത്രിയായൊരു ഭരണമാറ്റം ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ നിന്നും ഒരു വലിയ പിന്നെന്താണ് കാലതാമസം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതിഷേധം സ്വാഭാവികമായും ജനങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിലുടനീളം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും എളുപ്പമാകണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഈ എന്താ പറയുക, കോൺഗ്രസ് ഹൈക്കമാൻഡിന് അവരുടേതായ മാനദണ്ഡമുണ്ട്, അവരുടേതായ ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളുടെ ഭാഗമായി അതൊക്കെ കൂടി ആലോചിച്ച് ആശയവിനിമയം നടത്തിയിട്ട് ഏറ്റവും എളുപ്പം ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. ഇടതുപക്ഷ ഭരണം മടുത്ത ജനങ്ങളാണ് UDFനെ ശക്തമായ മുന്നേറ്റത്തിലൂടെ അധികാരത്തിലേറ്റിയതെന്ന് സംസ്ഥാനത്തെ മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടി വിജയിച്ച KK ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു. ചിട്ടയായ മുന്നണി സംവിധാനത്തിലൂടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ UDFന് ചരിത്ര വിജയമുണ്ടായി. കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും തന്റെ ഭൂരിപക്ഷം കുതിച്ചുയർന്നതിന് കാരണമായെന്നും ആബിദ് ഹുസൈൻ തങ്ങൾ മലബാർ ന്യൂസിനോട് പറഞ്ഞു. കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ നിന്നും 62,638 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് മുസ്ലിം ലീഗിലെ KK ആബിദ് ഹുസൈൻ തങ്ങൾ വിജയിച്ചത്. മലപ്പുറം ജില്ലയിലെയും സംസ്ഥാനത്തെയും മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണിത്. മൂന്നാം തവണയാണ് ആബിദ് ഹുസൈൻ തങ്ങൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 10 വർഷത്തെ ഇടതു സർക്കാർ ഭരണം ജനങ്ങൾക്ക് മടുത്തതിന്റെ പ്രതികരണമാണ് വലിയ തരംഗം ഉണ്ടാക്കി UDF അധികാരത്തിലെത്താൻ കാരണമെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു. ചിട്ടയായ മുന്നണി സംവിധാനത്തിലൂടെ UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടെ പ്രവർത്തിച്ചതും ഭൂരിപക്ഷം വർദ്ധിക്കുന്നതിന് കാരണമായെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു. കേരളത്തിൽ ഒരു വലിയ മുന്നോക്കമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടായത്. ഇടതുപക്ഷ മുന്നണിയുടെ 10 വർഷകാലത്തെ ഭരണം കേരളത്തെ വല്ലാതെ പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. സാമ്പത്തികമായി വലിയൊരു കടമാണ് വന്നിട്ടുള്ളത്. 6 ലക്ഷം കോടിയിലധികം രൂപ കടം കേരളത്തിൽ വന്നു. വികസനങ്ങളെല്ലാം മുരടിച്ചു പോയി. ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒരു പ്രതീകമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി. ഇത്തരത്തിലുള്ള ഒരുപാടേറെ പ്രശ്നങ്ങൾ
പ്രയാസങ്ങൾ കേരളത്തിലുടനീളം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലനവും അതോടൊപ്പം തന്നെ ഒരു മുന്നണി സംവിധാനം ഐക്യജനാധിപത്യ മുന്നണി വളരെ ഭംഗിയായി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി തന്നെ പാർലമെൻറ്റ് ഇലക്ഷനിലും പഞ്ചായത്ത് ഇലക്ഷനിലും വളരെ കൃത്യമായ നിലപാടുകളുമായി മുന്നണി സംവിധാനം തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അതിൻ്റെ ഒരു വിജയം നമ്മൾ രണ്ടിലും കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കണ്ടുകൊണ്ട് കൊണ്ടുപോയതിൻ്റെ ഭാഗമായും വലിയ ഒരു മുന്നോക്കമാണ് ഉണ്ടായത് ഐക്യജനാധിപത്യ മുന്നണിക്ക്. അതുകൊണ്ടാണ് 102 സീറ്റ് നമുക്ക് നേടാനായത്. അതോടൊപ്പം തന്നെ കോട്ടക്കൽ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷകാലമായി നമ്മൾ നിരന്തരം എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടുകയാണ്, എല്ലാ ആളുകളുമായും സഹവസിക്കുകയാണ്. സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വലിയ ഒരു കൂട്ടായ്മയാണ് അവിടെ ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷകാലമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ നല്ല ഒരു പ്രതീക്ഷയും നല്ല ഒരു ഭൂരിപക്ഷവും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു 45-50 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് ഈ ആൻറ്റി ഇൻകമൻസി കൂടി വന്നതോടുകൂടി ഇടതുപക്ഷത്തിനെതിരെയുള്ള വലിയ ഒരു പ്രതിഷേധമുള്ളതോടുകൂടി അത് 62,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കാനായി. ഇവ രണ്ടും കൂടി കോട്ടക്കൽ മണ്ഡലം സംസ്ഥാനത്ത് 3ാമത്തെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് സന്തോഷകരമായ കാര്യം. തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ പനയൂരിൽ വീട്ടിലും പരിസരത്തും വ്യാപക നാശനഷ്ടം. വാണിയംകുളം പനിയൂർ തോട്ടപ്പള്ളിയാലിൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടിലാണ് മിന്നലേറ്റത്. വീടിന്റെ പുറകുവശത്ത് നിന്നിരുന്ന 2 തെങ്ങുകൾക്ക് മിന്നലേറ്റ് ഉടൻ തന്നെ തീപിടിച്ചു. തെങ്ങുകളുടെ തലഭാഗം പൊളിഞ്ഞ നിലയിലാണ്. ഏകദേശം 3/4 മണിക്കൂറോളം തെങ്ങുകൾ തീപിടിച്ച് കത്തിയെരിഞ്ഞത് നാട്ടുകാരെയും വീട്ടുകാരെയും പരിഭ്രാന്തിയിലാഴ്ത്തി. വീടിന്റെ മുൻഭാഗത്തെ ഇരുമ്പുതൂണിൽ വളർത്തുനായയെ കെട്ടിയിരുന്ന ചങ്ങല മിന്നലാഘാതത്തിൽ കരിഞ്ഞ അവസ്ഥയിലാണ്. മിന്നലേറ്റതിനെ തുടർന്ന് കുഴൽക്കിണറിലെ മോട്ടറും വീടിനുള്ളിലെ സ്വിച്ച് ബോർഡിലുണ്ടായിരുന്ന മൊബൈൽ ചാർജറുകളും പൂർണ്ണമായും നശിച്ചു. സംഭവ സമയത്ത് ഉണ്ണികൃഷ്ണന്റെ പ്രായമായ അമ്മയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ വീടിന് പുറത്തേക്ക് ഇറങ്ങാതിരുന്നതിനാൽ വലിയൊരു ദുരന്തം ഒഴിവാക്കുകയായിരുന്നു. ഇന്നലെ 3-3:30 ഇടയെ ഉണ്ടായിരുന്ന ഇടിമിന്നലിലാണ് 2 തെങ്ങിന് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. പിന്നീട് നമ്മുടെ നായനെ കെട്ടിയിരുന്ന ചങ്ങല കരിഞ്ഞുപോയി, മോട്ടർ നഷ്ടപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞ് തെങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു പുറത്തുനിന്ന് മിന്നലേറ്റ് അപ്പുറത്തെ സൈഡിലേക്ക് പൊളിഞ്ഞു പോയി. 2 തെങ്ങ് നിന്ന് കത്തിപ്പോയി. തൂതപ്പുഴയിലെ തിരുവേഗപ്പുറ മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്തെ പുഴയിൽ നിന്നുമുള്ള മണൽ നീക്കം പുനരാരംഭിച്ചത് വ്യവസ്ഥകൾ പാലിക്കാതെയെന്ന് ആക്ഷേപം. പുഴ മലിനമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഇവിടെ നടക്കുന്നത്. നാട്ടുകാരുടെ പരാതിയെക്കുറിച്ച് മൂർക്കനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഹംസയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. പദ്ധതിക്ക് സമീപം പുഴയിൽ വന്നിടിഞ്ഞ മണ്ണും മണലും നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് തുടങ്ങിയത്. മണ്ണും മണലും നീക്കം ചെയ്യുകയാണെന്ന വ്യാജേന പാലം നിർമ്മാണത്തിലെ അപാകത മറച്ചുവെക്കാൻ പുഴയുടെ സ്വാഭാവിക അടിത്തട്ടിന് അടിയിലേക്ക് വലിയ തോതിൽ പുഴ ആഴം കൂട്ടുന്ന പ്രവൃത്തികളാണ് നടത്തുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് ഹൈക്കോടതി പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നു. തുടർന്ന് കഴിഞ്ഞ മാസം പ്രവൃത്തികൾ പുനരാരംഭിക്കുകയായിരുന്നു. നിലവിൽ ഉണങ്ങിയ മണൽ മാത്രമേ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നീക്കാവൂ എന്നാണ് വ്യവസ്ഥ. നനഞ്ഞ മണൽ പമ്പ് ചെയ്ത് പൈപ്പ് വഴി കരയിലേക്ക് എത്തിച്ച് കരയിൽ വെച്ചാണ് തരംതിരിക്കേണ്ടത്. ഈ വ്യവസ്ഥകളൊന്നും ഇവിടെ പാലിക്കുന്നില്ലെന്നാണ് പരാതി. പുഴയിലെ വെള്ളത്തിൽ നിന്ന് മണൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കോരിയെടുക്കുകയും പുഴയിൽ തന്നെയാണ് ഫിൽട്ടറിംഗ് നടത്തുകയും ചെയ്യുന്നത്. ഈ പ്രവൃത്തികൾ മൂലം ഡീസൽ, ഗ്രീസ് മാലിന്യങ്ങൾ ജലസ്രോതസ്സിൽ പടരാൻ കാരണമാവുന്നുണ്ടെന്നുമാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു പുറമെ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ പുറമ്പോക്ക് ഭൂമിയിലൂടെ പുഴയിലേക്ക് റോഡ് വെട്ടിയതും പ്രതിഷേധത്തിന് ഇടവരുത്തി. പുഴയിലേക്ക് വാഹനമിറക്കാനായിട്ട ഫാക്ടറി മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടില്ലെന്നും പരാതിയുണ്ട്. കമ്മീഷൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ പാലത്തിലൂടെ ടോറസ് ലോറികൾക്ക് മണൽ കൊണ്ടുപോകാൻ അനുമതി നൽകിയതിലും അംഗീകൃതർക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് പറയുന്നത്. ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഫോട്ടോ എടുത്ത്
നിങ്ങൾ എത്ര കാലായി ഈ പേസ്റ്റ് ഇട്ടിട്ട് എത്ര കാലായി? ഈ കെമിക്കൽ ഇട്ടിട്ട് എത്ര മാസങ്ങളായി? എത്ര മാസമായി ഇതുവരെ നിങ്ങളെ മാറ്റിയിട്ടില്ലല്ലോ. മഴയിലും ചോരാത്ത ആവേശവുമായി തൂതപ്പൂരം ആഘോഷിച്ചു. തട്ടകദേശങ്ങളിൽ നിന്നുള്ള 30 ഗജവീരന്മാർ AB വിഭാഗങ്ങളിലായി മുഖാമുഖം അണിനിരന്നുള്ള കുടമാറ്റം പൂരപ്രേമികൾക്ക് വിരുന്നായി. പേരുകേട്ട ഗജവീരന്മാരാണ് ഇത്തവണയും ഇരുവിഭാഗത്തിനും അണിനിരുന്നത്. തിറകളിയും നാഗത്തറ മേളവുമെല്ലാം തൂതപ്പുഴയുടെ തീരത്ത് ആരവം തീർത്തു. തൂതപ്പുഴയോരത്ത് വർണ്ണവസന്തം തീർത്ത് കൂടിക്കാഴ്ചയുടെയും കുടമാറ്റത്തിന്റെയും ചന്തത്തിൽ തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. ഇടയ്ക്കെത്തിയ മഴയ്ക്കും ആവേശം തണുപ്പിക്കാനായില്ല. പുലർച്ചെ ആറാട്ടിന് ശേഷം വഴിപാട് പൂരങ്ങളുടെ വരവോടെ ചടങ്ങുകൾ തുടങ്ങി. വൈകിട്ട് ദേശപൂരങ്ങൾ കാവിലേക്ക് എഴുന്നള്ളി തുടങ്ങിയതോടെ ആവേശം തിരതല്ലി. AB വിഭാഗത്തിനു വേണ്ടി പേരുകേട്ട ഗജവീരന്മാർ ഇത്തവണയും അണിനിരന്നു. A വിഭാഗത്തിന് എറണാകുളം ശിവകുമാറും B വിഭാഗത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും തിടമ്പേന്തി. പാറന്നൂർ നന്ദൻ തൂതഭഗവതിയുടെ തിടമ്പേന്തി. പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിൽ 200ഓളം വാദ്യകലാകാരന്മാർ അണിനിരുന്ന നാഗത്തറമേളവും അരങ്ങേറി. മേളത്തിന്റെ അകമ്പടിയിൽ മത്സരാവേശത്തിൽ നടന്ന കുടമാറ്റവും മഴമേഘങ്ങൾക്കുമേലെ വർണ്ണം വിതറി. തുടർന്ന് എഴുന്നള്ളിപ്പുകൾ കാവിറങ്ങിയതോടെ പകൽപൂരം സമാപിച്ചു. ബുധനാഴ്ച തൂതപ്പുഴയിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. വർണ്ണക്കാഴ്ചയേകി മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ പൂരം ആഘോഷിച്ചു. നാടൻ കലാരൂപങ്ങളും പരമ്പരാഗത വേലകളുമെല്ലാം വൈകുന്നേരത്തോടെ കാവിൽ നിറഞ്ഞാടി. ക്ഷേത്രത്തിലെ മേടമാസ ഉത്സവങ്ങൾക്കും പൂരത്തോടെ സമാപനമായി. ചൊവ്വാഴ്ച രാവിലെ വലിയ പൂരം കൊട്ടിയറിയിക്കലോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷം സന്ധ്യാവേലയ്ക്ക് വിളക്കുവെക്കൽ, തായമ്പക, കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ്, പൂരം കൊട്ടിയറിയിക്കൽ എന്നിവ നടന്നു. പൂരത്തിന്റെ പ്രധാന ചടങ്ങായ താലം നിരത്തിയുള്ള തേരെഴുന്നള്ളിപ്പും പൂരപ്രേമികൾക്ക് കാഴ്ച വിരുന്നൊരുക്കി. പഞ്ചവാദ്യം, പരമ്പരാഗത വേലകളുടെ വരവ്, ചുറ്റുമേളം, വെളിച്ചപ്പാടുമാരുടെ നൃത്തം, അരിയേറ് തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. ചെറുകോട് നിന്നുള്ള പാരമ്പര്യവേല, ഉപവേലകൾ എന്നിവ പൂരത്തിന് നിറക്കാഴ്ചയേകി. രാവിലെ മുതൽ ക്ഷേത്രപ്പറമ്പിൽ ചവിട്ടുകളിയും ഉണ്ടായിരുന്നു. രാത്രി പകൽപൂരത്തിന്റെ തനി ആവർത്തനമായിരുന്നു. ശ്രീരാമ പട്ടാഭിഷേകം കൂത്തോടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനം കുറിച്ചു.
വേനൽ മഴയിലും ആഘോഷപ്പൊലിമയ്ക്ക് മങ്ങലേറ്റില്ല. ഇടവേള. വാർത്തകൾ തുടരുന്നു. കുമരംപുത്തൂർ പഞ്ചായത്ത് കെട്ടിടം നിർമ്മാണം പൂർത്തിയായ ശേഷം 20 ലക്ഷം രൂപയുടെ ടെൻഡർ വിളിച്ചതിനെതിരെ അഴിമതി ആരോപണവുമായി എത്തിയ ഇടതുമുന്നണിക്ക് അധികാരത്തിലെത്തിയപ്പോൾ നിലപാട് മാറ്റം. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാതെ പ്രവർത്തികൾ നടത്തിയ കരാറുകാരാണ് 20 ലക്ഷം രൂപ അനുവദിക്കാൻ രഹസ്യ നീക്കം. നിലവിലെ ഭരണസമിതിയിലെ ചില അംഗങ്ങളാണ് മുൻ ഭരണസമിതിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. കുമരംപുത്തൂർ പഞ്ചായത്ത് കെട്ടിടം 2025 ഓഗസ്റ്റിലാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം കെട്ടിട നിർമ്മാണം പൂർത്തീകരണത്തിനെന്ന പേരിലാണ് 20 ലക്ഷം രൂപയുടെ ടെൻഡർ വിളിച്ചിരുന്നത്. ഉദ്ഘാടനത്തിന് 1 മാസം മുമ്പ് വിളിച്ച ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നത് ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസത്തിന് ശേഷവും. ടെൻഡർ പൂർത്തിയാക്കാതെ എങ്ങനെ പ്രവർത്തികൾ കരാറുകാരനെ ഏൽപ്പിച്ചെന്നായിരുന്നു ഇടതുമുന്നണി അന്ന് ഉയർത്തിയ ചോദ്യം. ഇതിന് പിന്നിൽ വൻ അഴിമതിയാണെന്നും ടെൻഡർ പൂർത്തിയാക്കാതെ പ്രവൃത്തി നടത്തിയ കരാറുകാരന് പണം അനുവദിക്കരുതെന്നുമായിരുന്നു LDFന്റെ അന്നത്തെ നിലപാട്. ഇതിന് പിന്നിൽ വൻ അഴിമതിയാണെന്നും ടെൻഡർ പൂർത്തിയാക്കാതെ പ്രവൃത്തി നടത്തിയ കരാറുകാരന് പണം അനുവദിക്കരുതെന്നുമായിരുന്നു LDFന്റെ അന്നത്തെ നിലപാട്. എന്നാൽ സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കേണ്ടതിനാൽ പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന്റെ എംപാനലിൽപ്പെട്ട കരാറുകാരനെ വാക്കൽ പ്രവൃത്തി ഏൽപ്പിക്കുകയായിരുന്നുവെന്നാണ് അന്നത്തെ UDF ഭരണസമിതി നൽകിയ വിശദീകരണം. സിൽക്കും പഞ്ചായത്തും തമ്മിലാണ് കരാർ. സിൽക്കാണ് കരാറുകാരനെ ഏൽപ്പിച്ചത്. പഞ്ചായത്ത് അംഗീകരിച്ച എസ്റ്റിമേറ്റ് പ്രകാരം പണി പൂർത്തിയാക്കി പഞ്ചായത്ത് LSTD വിഭാഗം പരിശോധിച്ച് അംഗീകാരം നൽകിയ ശേഷമേ പഞ്ചായത്ത് തുക അനുവദിക്കൂവെന്നും അന്നത്തെ UDF ഭരണസമിതി വിശദീകരിച്ചിരുന്നു. ടെൻഡർ വിവാദമായതോടെ സിൽക്ക് കരാറിൽ നിന്ന് പിന്മാറി. ഇതോടെ കരാറുകാരന് പണം ലഭിക്കാൻ വഴിയില്ലാതായി. ഈ സാഹചര്യത്തിലാണ് അന്ന് എതിർത്തവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇന്ന് തുക അനുവദിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വാഹനമിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. മണ്ണാർക്കാട് പെരുമ്പടാരി ഹിൽവ്യൂ നഗറിൽ റിട്ടയർഡ് അധ്യാപകൻ ചാത്തംകുളം CK അബ്ബാസാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഇടക്കുറിശ്ശിയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. ഇടക്കുറിശ്ശിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തന്റെ കെട്ടിടത്തിന്റെ മേൽനോട്ടത്തിനെത്തിയതാണ് അബ്ബാസ് മാസ്റ്റർ. ഉച്ചഭക്ഷണത്തിനായി ഹോട്ടലിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് അപകടം. പുറകിലൂടെ വന്ന ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അബ്ബാസ് മാസ്റ്റർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ബാംഗ്ലൂരിൽ നിന്നുള്ള മടക്കയാത്രയ്ക്കിടെ തമിഴ്നാട് കൃഷ്ണഗിരിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച സഹോദരങ്ങൾ ദിവ്യയുടെയും ദീപകിന്റെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെ പനമണ്ണ അമ്പലവട്ടത്തെ മണിയൻതോട്ടിൽ വീട്ടിലെത്തിച്ച മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നാട് മുഴുവൻ ഒഴുകിയെത്തി. ശനിയാഴ്ച രാവിലെ 9 അംഗ സംഘത്തോടൊപ്പമാണ് ഇവർ ബാംഗ്ലൂരിലെ ബന്ധുവീട്ടിലേക്ക് പോയത്. മടക്കയാത്രയിൽ കൃഷ്ണഗിരി ജില്ലയിലെ ഗുരുപരപ്പള്ളിയിൽ ദേശീയപാതയിൽ വെച്ചായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ പഞ്ചറായതിനെ തുടർന്ന് ചക്രം മാറ്റി തിരികെ ഡിക്കിയിലേക്ക് വെക്കുകയായിരുന്നു ദീപക്. ഈ സമയം മൊബൈൽ ഫ്ലാഷ് തെളിച്ച് വെളിച്ചം കാണിക്കുകയായിരുന്നു സഹോദരി ദിവ്യ. ഈ വേളയിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി ഇരുവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ കൃഷ്ണഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇവരുടെ അമ്മ സരോജിനിയെ കൃഷ്ണഗിരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ 8 മണിവരെ അമ്പലവട്ടത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ദിവ്യയുടെ മൃതദേഹം പട്ടാമ്പിയിലുള്ള ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇരു മൃതദേഹങ്ങളും ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിൽ സംസ്കരിക്കും. വിങ്ങിപ്പൊട്ടുന്ന ഓർമ്മകളുമായി ഒരു നാട് മുഴുവൻ പ്രിയപ്പെട്ടവർക്ക് വിട ചൊല്ലാൻ കാത്തുനിൽക്കുകയാണ്. ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പാലത്തിന് സമീപം സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നതായി CPI ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി. കരിമ്പുഴ പഞ്ചായത്ത് ഇടപെട്ട് പാലത്തിന് സമീപം CCTV സ്ഥാപിക്കണമെന്ന് CPI നേതാക്കൾ. 5 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന വെള്ളത്തിലാണ് സാമൂഹ്യ വിരുദ്ധർ പലതരത്തിലുള്ള മാലിന്യങ്ങൾ തള്ളുന്നത്.
വാഹനങ്ങളിൽ പോകുന്നവരും അല്ലാത്തവരുമായി ദിനംപ്രതി മാലിന്യങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നതെന്നും ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ഇത്തരത്തിൽ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കുന്നവരെ കണ്ടെത്തി കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. നാടിൻ്റെ പ്രാണനാണ് നദി. കരിമ്പുഴയും ശ്രീകൃഷ്ണപുരയെ സംബന്ധിച്ചിടത്തോളം ജലം നൽകുന്ന 2 പഞ്ചായത്തിനും പ്രധാനമായി ജലം നൽകുന്ന ഒരു നദിയാണിത്. കരിമ്പുഴയും ശ്രീകൃഷ്ണപുരം അടക്കം 6 പഞ്ചായത്തുകൾക്കാണ് ഈ നദി വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ മലിനപ്പെടുത്താൻ സാമൂഹ്യ ദ്രോഹികൾ ശ്രമിക്കുക, അറിഞ്ഞോ അറിയാതെ എന്നറിയില്ല. അപ്പോൾ അടുത്ത ദിവസം പല ആൾക്കാരും നമ്മളോട് പറഞ്ഞത് രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ പിറ്റയിലിടുകയാണ്, പിന്നെ വണ്ടിയിൽ വന്നിട്ട് എറിയുകയാണ്. ഇതെന്തായാലും ഈ ആൾക്കാരെ സമൂഹ മാധ്യമങ്ങൾ പിന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് വേണ്ട ശിക്ഷ കൊടുക്കാൻ അധികാരികൾ തയ്യാറാണ്. പലതവണ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന് നമ്മൾ പരാതി കൊടുത്തതാണ്. നമ്മുടെ കരിമ്പുഴ പുഴ, പവിത്രമായ കരിമ്പുഴ പുഴ, ശ്രീകൃഷ്ണപുരവും കരിമ്പുഴയിലും ജനങ്ങൾ കുടിവെള്ളമായും പിന്നെ ഒട്ടനവധി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പുഴയാണ്. ഇന്ന് ഈ പുഴയുടെ അവസ്ഥ മലിനമായി കൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനമായും മാലിന്യങ്ങൾ തള്ളിക്കൊണ്ട് വാഹനങ്ങളിൽ വരുന്ന ആളുകൾ ഈ കിറ്റ് പോയിലേക്ക് എറിഞ്ഞുകൊണ്ടൊക്കെ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിനെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. അതിൻ്റെ അധികാരികൾ കണ്ണു തുറക്കണം, ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് പാലത്തിന് സമീപത്ത് CCTV ക്യാമറ സ്ഥാപിക്കണമെന്നും CPI മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ M. ശ്രീധരൻ, A. ഗിരീഷ് ബാബു, പമ്പാവാസൻ എന്നിവർ ആവശ്യപ്പെട്ടു. കരിമ്പുഴ പഞ്ചായത്തിൻ്റെ ശ്രദ്ധപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ വണ്ടിക്കാർ ഈ ടാക്സിയിൽ വരുമ്പോൾ കുറേ കിറ്റിലാക്കിയിട്ട് ഈ മാലിന്യങ്ങൾ ഈ പുഴയ്ക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല വട്ടമായി അതിങ്ങനെ കാണുന്നു. അതേപോലെ തന്നെ ആപ്പ വണ്ടിയിൽ പലരും കൊടുന്നിട്ട് ഇത് പുഴയ്ക്ക് കിട്ടുകയാണ്. ഇതിൻ്റെ താഴെ ഒരുപാട് കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ വെള്ളം കുടിക്കണതുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മാലിന്യങ്ങളൊക്കെ ഇത് ചെന്നിങ്ങനെ ഈ പുഴയ്ക്ക് ഇട്ടിട്ട് അതിങ്ങനെ ജനങ്ങളിങ്ങനെ കുടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ടവർ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന് വല്ല ക്യാമറ എന്തെങ്കിലുമൊക്കെ വെച്ച് അതിനെ നിയമത്തിൻ്റെ മുമ്പിൽ പിടിച്ച് കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് കരിമ്പുഴ പഞ്ചായത്ത് ശ്രദ്ധിക്കണം, ഭരണാധികാരികൾ ശ്രദ്ധിക്കണം എന്നാണ് ആ കാര്യമായിട്ട് പറയാം. മണ്ണാർക്കാട് കരിമ്പ 3 ഏക്കറിൽ കാട്ടാന ശല്യത്തിന് പരിഹാരമായില്ല. വനാതിർത്തികളിൽ നിന്നും ഏറെ ദൂരെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷിനാശം വരുത്തുകയാണ്. അധികൃതരുടെ ശ്രമം പരാജയമെന്ന് നാട്ടുകാർ. 1 മാസക്കാലമായി 2 കാട്ടാനകൾ പ്രദേശത്തിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. കാട്ടാനകൾ ഇറങ്ങിയ വിവരം വനംവകുപ്പിനെ അറിയിച്ചാൽ മണ്ണാർക്കാട് നിന്ന് RRT സംഘം എത്തുമ്പോഴേക്കും വിളവ് മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ടാവുമെന്നാണ് കർഷകരുടെ പരാതി. മീൻവെല്ലം മുതൽ തുടിക്കൂട് വരെ വൈദ്യുതി വേലിയുണ്ടെങ്കിലും പ്രവർത്തനം കാര്യക്ഷമമല്ല. വേലിയില്ലാത്ത മുണ്ടനാട്, കരിമല, ചെറുമല ഭാഗങ്ങളിലൂടെയാണ് കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം 3 ഏക്കർ ചുള്ളിയാംകുളം കോൺവെന്റിന് സമീപത്തെ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാന വാഴ, മരച്ചീനി തുടങ്ങിയ വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. വിവരമറിയിച്ചിട്ടും വനപാലകർ സ്ഥലത്തെത്തിയില്ലെന്നും പരാതിയുണ്ട്. വളർത്തുമൃഗങ്ങളെ പുലി പിടിക്കുന്നതായും കർഷകർ പറയുന്നു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ജനകീയ സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. സൗഹൃദം വെറും വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് എന്ന് തെളിയിക്കുകയാണ് പഴയ സഹപാഠികൾ. കടമ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ K. സുരേഷ് കുമാറിന്റെ ഒറ്റ വിളിക്കപ്പുറം തന്റെ വിദ്യാലയത്തിലെ കുട്ടികൾക്കായി 500 നോട്ട് ബുക്കുകൾ എത്തിച്ച് മാതൃകയായിരിക്കുകയാണ് സഹപാഠിയായ പ്രവാസി വ്യവസായി പമ്പാവാസൻ നായർ. കടമ്പൂർ സ്കൂളിൽ പുതിയ അഡ്മിഷൻ എടുക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചിരുന്നു. ഇതിനായി പഠനോപകരണങ്ങൾ സമാഹരണം നടത്തുന്നതിനിടയിലാണ് പ്രധാനാധ്യാപകൻ സുരേഷ് കുമാർ തന്റെ ചിരകാല സുഹൃത്തും CMN ട്രസ്റ്റ് ചെയർമാനുമായ പമ്പാവാസൻ നായരോട് സഹായം അഭ്യർത്ഥിച്ചത്. 8 മുതൽ 10 വരെ ചളവറ ഹൈസ്കൂളിൽ പഠിച്ച തന്റെ സുഹൃത്തിന്റെ ആവശ്യം അറിഞ്ഞ പമ്പാവാസൻ നായർ ഒട്ടും വൈകാതെ തന്നെ ട്രസ്റ്റ് മാനേജർ സന്തോഷ് കയറാട്ട് മുഖാന്തിരം പുസ്തകങ്ങൾ സ്കൂളിലെത്തിച്ചു നൽകുകയായിരുന്നു. സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും പ്രദേശവാസികളും ചേർന്ന് നടത്തുന്ന ഈ കാരുണ്യ പ്രവർത്തനത്തിന് പമ്പാവാസൻ നായർ നൽകിയ ഈ പിന്തുണ വലിയ ആവേശമാണ് പകർന്നത്. വിദ്യാലയത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ വെച്ച് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. വിദ്യാർത്ഥികൾക്കായി സഹായം എത്തിച്ച തന്റെ പഴയ സഹപാഠിയോട് നന്ദിയുണ്ടെന്ന് പ്രധാനാധ്യാപകൻ K. സുരേഷ് കുമാർ പറഞ്ഞു.
സി മെൻട്രസ്റ്റ് ശ്രീ പമ്പാവസൻ നായർ എൻ്റെ ഒരു സുഹൃത്തും സഹപാഠിയുമാണ്. GHS കടമ്പൂരിന് വേണ്ടി സാമ്പത്തികമായി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നോട്ട്ബുക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷപൂർവ്വം ഞാൻ തന്നെ അത് തയ്യാറാവുകയും ഇന്നലെ എനിക്ക് നോട്ട്ബുക്ക് ഇതിനു വേണ്ടി സംഭാവന ചെയ്യുകയും സി മെൻട്രസിനോടും കുടുംബത്തോടുള്ള GHS കടമ്പൂരിൻ്റെ നന്ദിയും കിടപ്പാടും അറിയിക്കും. ചളവറയിലെ ആ പഴയ ക്ലാസ് മുറിയിൽ തുടങ്ങിയ ബന്ധം വർഷങ്ങൾക്കിപ്പുറം കടമ്പൂരിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച വലിയൊരു തണലായി മാറുകയാണ്. കുട്ടികൾക്ക് പ്രകൃതിയോട് ചേർന്ന് നിൽക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാവുകയാണെന്ന് സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ. ബാലവേദി പാലക്കാട് ജില്ലാ ക്യാമ്പ് പട്ടാമ്പിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടാമ്പി ഓക്സിജൻ പാർക്കിലാണ് ബാലവേദി പാലക്കാട് ജില്ലാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് സർഗാത്മകത കൂടുതൽ ഉണ്ടാവുകയെന്നും ഇന്നത്തെ കുട്ടികൾക്ക് പ്രകൃതിയോട് ചേർന്ന് നിൽക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാവുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ സൂചിപ്പിച്ചു. കെ ഷിനാഫ് അധ്യക്ഷനായി. CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം OK സൈദലവി, OK സിനാൻ, S സുമല, MN കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട്ടെ കുട്ടികൾക്കറിയാം, ഒരു പുഴയും പ്രകൃതി രമണീയമായ അനേകം സ്ഥലങ്ങളും, മലമ്പുഴയിൽ നിന്നൊക്കെ വന്ന കുട്ടികൾ, മലമ്പുഴ, അട്ടപ്പാടി, പ്രകൃതിയുടെ മടിത്തട്ടിൽ കളിച്ചു വളർന്ന കുട്ടികളാണ്. നിങ്ങൾ ഭാഗ്യമുള്ള കുട്ടികളാണ്. നഗരത്തിൽ ഇത്രയും സൗകര്യങ്ങളില്ല. ഒരുപക്ഷെ പാർക്കുകളൊക്കെ ഉണ്ടാവും, പക്ഷേ മരങ്ങളും പ്രകൃതിയും കാറ്റും വെളിച്ചവും ഒക്കെ ചേർന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഊർജം. അപ്പം അവിടെ മരച്ചുവട്ടിൽ കളിക്കുമ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു മനോവികാരം, ഇങ്ങനെയൊക്കെയാണ് സർഗാത്മകത ഉണ്ടാവുക. നമ്മൾ വെറുതെ അടച്ചിട്ട മുറിയിലിരുന്നാലും ഉണ്ടാവാത്ത ചിലത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ക്ലാസ് മുറിയിലേക്കാൾ ഏറെ പഠനം പുറത്തായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. പണ്ട് ഞങ്ങൾ ക്ലാസ് മുറിയിൽ അധികം ഇരിക്കാറില്ല. ഒരു ഓല ഷെഡായിരുന്നു ഞങ്ങളുടെ സ്കൂൾ. മഴ വന്നാൽ കാറ്റ് വന്നാൽ സ്കൂൾ വിടും. അപ്പം അധികം സ്കൂൾ വിടലാണ്, കുറച്ച് സമയത്തിനുള്ളിൽ ഇരിക്കുകയുള്ളൂ. ഉച്ച വരെ എങ്ങനെയും സ്കൂൾ ഉണ്ടാവും. ഉച്ചവരെ എന്തിനാന്ന് വെച്ചാൽ അന്ന് ഈ ഉപ്പുമാവും പാലും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കുട്ടികൾക്ക് അറിയില്ല, ഇപ്പം നല്ല ഉച്ചഭക്ഷണമൊക്കെയാണ്. അന്ന് അമേരിക്കക്കാരുടെ കെയർ തരുന്നൊരു പാലും ഉപ്പുമാവുമായിരുന്നു ഞങ്ങളുടെ ഉച്ചഭക്ഷണം. അപ്പം അതിനു വേണ്ടിയാണ് കുട്ടികൾ വരിക. അപ്പം അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ക്ലാസ്സിലിരിക്കില്ല. കുട്ടികളിങ്ങനെ ചുറ്റും കാടും പറമ്പുമാണ്. കൂരിക്കാട്, ചില കാട്ടിൽ ചെർളശ്ശേരി കാട്ടിൽ പോയി കൂരിപ്പഴം പൊട്ടിക്കുക, തൊണ്ടിപ്പഴം പൊട്ടിക്കുക, ശങ്കുരുട്ടിപ്പഴം, ചകിരിപ്പഴം, അങ്ങനെ നീരോലിപ്പഴം, നിങ്ങൾക്കറിയാത്ത ഒരുപാട് നാട്ടു ചെടികളുടെ പഴം. ആനമങ്ങാട് മഹദീൻ ബ്രില്യൻസ് അക്കാദമിയുടെ ദശവാർഷിക സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളനത്തിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ 20 പദ്ധതികൾ പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10 പതാകകൾ നേതാക്കളുടെ നേതൃത്വത്തിൽ ഉയർത്തിയാണ് ആനമങ്ങാട് മഹദീൻ ബ്രില്യന്റ് അക്കാദമിയുടെ ദശവാർഷികത്തിന് തുടക്കമായത്. പ്രാസ്ഥാനിക സമ്മേളനത്തിൽ SYS ഈസ്റ്റ് ജില്ലാ ഫിനാൻസ് സെക്രട്ടറി മുർദള സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. അബൂബക്കർ ബാക്കാവി അധ്യക്ഷത വഹിച്ചു. സ്ഥാപനത്തിന്റെ 10 വർഷത്തെ ചരിത്രം വ്യക്തമാക്കുന്ന പവിലിയൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CK ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ 20 പദ്ധതികൾ പൂർത്തീകരിച്ചതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹദീൻ ബ്രില്യൻസ് അക്കാദമി സമുദ്ധാരണത്തിന്റെ ഒരു ദശാബ്ദം എന്ന ശീർഷകത്തിൽ അതിന്റെ 10ാം വാർഷിക മഹാസമ്മേളനം നടത്താനിരിക്കുകയാണ്. സമുദ്ധാരണത്തിന്റെ ഒരു ദശാബ്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം 15 കുട്ടികളെ കൊണ്ട് ആരംഭിച്ച മഹത്തായ സ്ഥാപനം ഇന്ന് 80ലധികം വിദ്യാർത്ഥികൾ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നുകർന്നുകൊണ്ടിരിക്കുകയും 32 വിദ്യാർത്ഥികൾ ഇതിനകം പഠനം പൂർത്തീകരിച്ച് കേരളത്തിനകത്തും പുറത്തുമുള്ള പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ ഉന്നതമായ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം അവർ സേവന രംഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് സമുദ്ധാരണത്തിന്റെ ഒരു ദശാബ്ദം എന്ന ശീർഷകം മുന്നോട്ട് വച്ചിട്ടുള്ളത്. സമ്മേളനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ മനുഷ്യരോടും സംവദിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ 20 അനുബന്ധ പദ്ധതികൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് വാർഷിക സമ്മേളനം നടക്കാനിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ബിരിയാണി ചലഞ്ച്, കുടുംബ സമ്മേളനം, സൗഹൃദ സമ്മേളനം, സ്നേഹവിരുന്ന്, ഹൃദയസ്പർശം, ഏകദിന സിയാറത്ത്, തംബീഹ് പള്ളി പ്രഭാഷണം, തേൻതുള്ളി സ്റ്റുഡൻസ് അസംബ്ലി, ധ്വജാരവം, മുസാഫഹ, കൂട്ട സിയാറത്ത്, ലൈബ്രറി ആൻഡ് കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം, ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഉദ്ഘാടനം അടക്കമുള്ള
20 പദ്ധതികൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് സമ്മേളനം നടക്കുന്നത്. 13 ബുധനാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറിയും മഅദീൻ അക്കാദമി ചെയർമാനുമായ ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ പങ്കെടുക്കും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം കൊമ്പം KP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. നിയുക്ത MLA നജീബ് കാന്തപുരം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സമ്മേളനത്തിൽ കോൺഫറൻസ് ഹാൾ, ലൈബ്രറി, ഹോസ്റ്റൽ ബിൽഡിംഗ് എന്നിവയുടെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. സംസ്ഥാനത്തിൽ അബൂബക്കർ ബാഖവി, ഷൗക്കത്ത് അലി സഖാഫി, ജാഫർ അഹ്സനി, ഹനീഫ ഹാജി എന്നിവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പ്രീമിയം കാറുകളുടെ ആക്സസറീസ് ഡീറ്റെയിലിംഗ് പെർഫോമൻസുമായി പെരിന്തൽമണ്ണ കാർ സ്പോർട്ടിന്റെ പ്രീമിയം ക്ലബ്. കാറുകൾ ഏറ്റവും മനോഹരമായി മോടി പിടിപ്പിക്കാൻ പ്രീമിയം കാറുകൾക്ക് പ്രത്യേകമായുള്ള ഓട്ടോ മോട്ടിവേഷനാണ് പ്രീമിയം ക്ലബ്. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രീമിയം ലക്ഷറി കാറുകൾ അതിമനോഹരമായി മോടി പിടിപ്പിക്കാൻ പ്രീമിയം കാറുകളുടെ ആക്സസറീസ് ഡീറ്റെയിലിംഗ് പെർഫോമൻസുമായി പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലെ ജൂബിലി റോഡ് ജംഗ്ഷനിലാണ് പ്രീമിയം ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പ്രീമിയം ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. പ്രീമിയം ക്ലബ് എന്ന ഓട്ടോമൊബൈൽ മേഖലയിലെ വളരെ വ്യത്യസ്തമായ ഒരു സംവിധാനം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. കാർ സ്പോർട്ട് എന്ന പേരിൽ 21 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് കാലത്തിനനുസൃതമായി അത് വികസിക്കുകയും ഇന്ന് ഓട്ടോമൊബൈൽ രംഗം ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചെറുപ്പക്കാരെ കേവലം അത് വാഹനമായി മാത്രമല്ല അതൊരു ഫാഷന് കൂടിയായി ഇന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള ഇന്ന് കാർ നമ്മുടെ വസ്ത്രത്തെ പോലെ കാറിൻ്റെ ഫാഷനും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങും അത് ഇന്ന് യുവാക്കളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഇതിൻ്റെ അപ്ഗ്രഡേഷനും ട്യൂണിങ്ങും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിന് ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനമാണിതെന്ന് അറിയാൻ സാധിച്ചു. ഇതിൻ്റെ സംരംഭകർക്ക് എൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. പ്രീമിയം ക്ലബിന്റെ പ്രൊമോഷൻ വീഡിയോ ലോഞ്ചിങ് നജീബ് കാന്തപുരം MLAയും വെബ്സൈറ്റ് ലോഞ്ചിങ് ഒക്ടെയിൻ ഗേൾ മിയ ജോസഫും നിർവഹിച്ചു. പ്രീമിയം ക്ലബിൻ്റെ ലോഞ്ച് ആക്ച്വലി ഒരു പ്രീമിയം ലോഞ്ച് തന്നെയായിരുന്നു. ഐ ഫീൽ സോ എക്സൈറ്റഡ് ടു ബി ഹിയർ ടുഡേ. ആൻഡ് ഞാൻ സാധാരണ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഐ ഓൾവേസ് recognize another car lover by looking at his car if it's clean or not, when it's spotless. So and എനിക്ക് സ്വന്തം വണ്ടി കിട്ടിയ പിന്നെ ഞാൻ the detailing places are like my second home, because every car lovers would love their car to be clean and neat 24/7. I mean, that's not possible, but detailing companies like this help you. And എന്നെ ഇനോഗ്രേഷനായിട്ട് ആക്ച്വലി ഇൻവൈറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് ഐ റിയലൈസ് that this is not just a club or a detailing center. It's more like a community for car lovers, and giving us more opportunities, because actually the car scene in Kerala is reducing day by day. So this is so inspiring, honestly, and I feel so privileged to be here today. Thank you so much. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കാർ സ്പോർട്ട് ഒരു പ്രീമിയം കാർ സ്പോർട്ട് ആവുന്നു എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് വ്യക്തിപരമായ അഭിമാനം കൂടിയുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ പെരിന്തൽമണ്ണ നമ്മളെല്ലായ്പ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും ഒരു ഫസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏത് ഫീൽഡിലാണെങ്കിലും. അപ്പം ഒരു കാർ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനും ഓഫ് കോഴ്സ് പെരിന്തൽമണ്ണ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും. അതിനുവേണ്ടി പെരിന്തൽമണ്ണയെ തയ്യാറാക്കി എടുക്കാൻ നമ്മുടെ കാർ സ്പോർട്ട് പ്രീമിയം
ക്ലബ് ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. പെരിന്തൽമണ്ണ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദ്, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് K സുബ്രഹ്മണ്യൻ, ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് C ജബ്ബാർ തുടങ്ങിയവരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെയും ഓട്ടോമൊബൈൽ മേഖലയിലെയും ഉൾപ്പെടെ ഒട്ടേറെ പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മാനേജിംഗ് ഡയറക്ടർമാരായ നൌഷാദ് V, മുഹമ്മദ് ജിംഷാദ്, ഡയറക്ടർമാരായ CK ഹാരിസ്, CK അബ്ദുൾ റഫീഖ്, V അബ്ദുൽ കരീം എന്നിവരും സംബന്ധിച്ചു. 2005 മുതൽ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന കാർ സ്പോർട്ടിന്റെ മൂന്നാമത്തെ സംരംഭമാണ് പ്രീമിയം ക്ലബ്. ബോഡി കിറ്റ്, പെയിന്റിംഗ്, പെർഫോമൻസ്, സീറ്റ് കവേഴ്സ്, ഓഡിയോ സിസ്റ്റം, PPF, റാപ്പിംഗ്, ഡീറ്റെയിലിംഗ്, ഇന്റീരിയർ എൻഹാൻസ്മെന്റ്, വിൻഡോ ഫിലിംസ് തുടങ്ങിയ വർക്കുകളും പ്രീമിയം ക്ലബിലൂടെ ചെയ്തു കൊടുക്കും. വളരെ സന്തോഷമുണ്ട്. കാരണം 2005 കുഞ്ഞാപ്പ അങ്ങനെ തുടങ്ങി വെച്ച സ്ഥാപനമാണ്. നമ്മൾ പിന്നെയാണ് അതിൻ്റെ ഭാഗമാവണമെങ്കിൽ കൂടെ നമ്മളെല്ലാവരുടെയും ഹാർഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ്, നമ്മുടെ സ്റ്റാഫുകളെയും നമ്മുടെ ഫാമിലിൻ്റെയും എല്ലാവരുടെയും ഒരു ഹാർഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ 21 വർഷത്തിന് ശേഷം നമുക്കൊരു പ്രീമിയം കാറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നല്ല ഷോറൂം ഓപ്പൺ ചെയ്യാൻ പറ്റി. അൽഹംദുലില്ലാ, വളരെ സന്തോഷം. കുഞ്ഞാപ്പ അതുപോലെ നമ്മുടെ ഹാരിസ്ക, റഫീഖാക്കു, കരീം കാക്കു, അങ്ങനെയുള്ള നമ്മൾ 4 പാർട്ട്നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ്. അത് നീ നല്ല നിലയിലെത്തി. സന്തോഷം. നമ്മുടെ പേരിനെ പ്രീമിയം ക്ലബ് എന്നാണ് അത് പേരിടാൻ കാരണം. നമ്മൾ പ്രീമിയം കാറിനുള്ള ആക്സസറീസ്, മോഡിഫിക്കേഷൻ, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് കാർ സ്പോർട്ടും ഉണ്ട്, അവിടെ സാധാ കാറിനുള്ള ആക്സസറീസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കുറച്ചുകൂടെ പ്രീമിയം ഉള്ള. ലൈക്ക് ഫോർ എക്സാമ്പിൾ USA ബ്രാൻഡുകൾ, ഓസ്ട്രേലിയൻ, തായ്വാൻ തുടങ്ങിയ ബ്രാൻഡുകളിലുള്ള പ്രൊഡക്ട്സാണ് മെയിനായിട്ട് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി കാർ സ്പോർട്ട് നമ്മൾ ജനറൽ വെഹിക്കിൾസ് എല്ലാം ചെയ്യുന്നുണ്ട്. A to Z മെക്കാനിക്കൽ ഏസ് വഴി നമ്മൾ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രീമിയം കാർസിൻ്റെ പ്രീമിയം ആക്സസറീസാണ് നമ്മളവിടെ കൂടുതൽ ചെയ്തത്. ഇത് നമ്മൾ പെർഫോമൻസ് എക്സ്പ്രസ് അങ്ങനെയുള്ളപോലെ റീസ്റ്റോറേഷൻ, ഫേസ് ലിഫ്റ്റ്, അപ്ഹോൾസ്റ്ററി, ഓഡിയോ സിസ്റ്റം എല്ലാം പ്രീമിയം സെഗ്മെൻറ്റ് മാത്രമായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് വലിയ ഷോറൂം അല്ല, അതിലുപരി നമ്മൾ ആരും ചെയ്യാത്ത, അതായത് പുതിയ ടെക്നിക്കലോട് പുതിയ സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ വെച്ചിട്ട് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന സ്ഥാപനം മാറാൻ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നു. യെസ്, അതുകൊണ്ടാണ് നമ്മളിന്ന് വളർച്ചയിൽ നമ്മൾ ഓരോ 2005 നമ്മൾ തുടങ്ങുമ്പോൾ സെറ്റപ്പ് ഇപ്പോൾ 2026 ഒരുപാട് വ്യത്യാസമാണ്. നമ്മൾ ഓരോ കൊല്ലവും അതിൻ്റേതായ അപ്ഡേഷനിലൂടെയും അതിൻ്റെ മാർക്കറ്റിംഗ് പഠിച്ചിട്ടും സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നോക്കി, അതുപോലെ തന്നെ നമ്മൾ കൂടെ നിൽക്കുന്നവരെ നമ്മൾ ഒപ്പം നിർത്തിയിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ നിലവിൽ നിർത്തുന്നത്. അത് നമ്മൾ എല്ലാവരോടും ഒരുപാട് കടപ്പെട്ടു. കോഴിക്കോട് സൂര്യയോഗ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ചിനക്കത്തൂർക്കാവ് മൈതാനത്ത് ഞായറാഴ്ച സൂര്യയാഗം നടക്കും. ലോക സമാധാനവും ഐശ്വര്യവും ലക്ഷ്യമിട്ട് നടത്തുന്ന ആത്മീയ സദസ്സിന് സൂര്യയോഗ പ്രവാചകൻ സൂര്യാജി നേതൃത്വം നൽകും. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ആചാര്യ സദസ്സോടെ പരിപാടികൾക്ക് തുടക്കമാകും. ഞായറാഴ്ച രാവിലെ 7-ന് സൂര്യഗണപതി ഹോമത്തോടെയാണ് പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. സൂര്യകാലടി ജയൻ നമ്പൂതിരിപ്പാട്, ഗുരുവായൂർ മുൻ മേൽശാന്തി തീയന്നൂർ മനയ്ക്കൽ പ്രമോദ് നമ്പൂതിരിപ്പാട് എന്നിവർക്കൊപ്പം 30ഓളം പ്രമുഖ തന്ത്രിമാരും കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. രാവിലെ 9-ന് 1000ഓളം അമ്മമാർ പങ്കെടുക്കുന്ന ഭക്തിനിർഭരമായ നാരായണീയ പാരായണവും തുടർന്ന് 10:30-ന് സൂര്യയാഗവും നടക്കും. വൈകിട്ട് 4:30-ന് 75 വനിതകൾ അണിനിരക്കുന്ന പഞ്ചവാദ്യവും തുടർന്ന് 108 വനിതകൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും ചടങ്ങിന് കലാപരമായ മിഴിവേകും. വൈകിട്ട് 6-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാല ഉദ്ഘാടനം ചെയ്യും. നുസ്രത്ത് ജഹാൻ, VK ശ്രീകണ്ഠൻ MP, രവി പണ്ഡിറ്റ് എന്നിവർ മുഖ്യാതിഥികളാകും. സൂര്യാജിയുടെ പ്രഭാഷണത്തിന് ശേഷം ജ്വാല മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേളയോടെ ചടങ്ങുകൾ സമാപിക്കും. നമ്മുടെ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഏറെ പരാമർശിക്കപ്പെട്ട വളരെയധികം ശക്തമായ ഒരു സംവിധാനമാണ് സൂര്യയോഗ. നമ്മുടെ യോഗയിലെ തന്നെ ത്രാടക യോഗയുടെ തന്നെ അഡ്വാൻസ്ഡ് വേർഷനാണ് സൂര്യയോഗ. സൂര്യയോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ അമാനുഷിക ശക്തികളെ പറ്റി നിങ്ങളെല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. കോഴിക്കോട് ഹീരാചന്ദ് എന്ന പേരിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഗിന്നസ് റെക്കോർഡിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം ലോകത്തിലെ
ഏറ്റവും കൂടുതൽ കാലം ഭക്ഷണം കഴിക്കാതെ ജീവിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പേര് ഗിന്നസ് റെക്കോർഡിൽ വന്നിട്ടുള്ളത്. മന്ത്രം പഠിച്ച കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലോകസമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയും ഒരു ആത്മീയ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. അതുകൂടാതെ 108 സ്ത്രീകളുടെ 108 അമ്മമാരുടെ അടങ്ങുന്ന തിരുവാതിരക്കളി, അതിനുശേഷം ഏകദേശം 6 മണിക്ക് കേന്ദ്രമന്ത്രി അടക്കം പങ്കെടുക്കുന്ന, കേന്ദ്രമന്ത്രിയും MP-യും അതേപോലെ നിരവധി സാമൂഹ്യ പ്രമാണിമാരും ആത്മീയാചാര്യന്മാരും പങ്കെടുക്കുന്ന ഒരു സാംസ്കാരിക സദസ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം സൂര്യാജിയുടെ ലീഡർഷിപ്പിൽ പ്രസിദ്ധനായ സംഗീത സംവിധായകൻ ഹരിപ്രസാദിൻ്റെ ലീഡർഷിപ്പിൽ ഫ്ലവർ TV-കളിലൊക്കെ ഫിനാലയിൽ വന്നിരിക്കുന്ന കുട്ടികളും ഏഷ്യാനെറ്റിൻ്റെ ഫിനാലയിൽ വന്നിരിക്കുന്ന പ്രസിദ്ധരായ കുട്ടികളും അടങ്ങുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സംഗീത വിരുന്നും ഉണ്ടായിരിക്കും. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ രാജേഷ് കറുവാത്ത്, ചീഫ് കോർഡിനേറ്റർ പുരുഷോത്തമൻ കുറ്റിയിൽ, ഭാസ്കരൻ തെക്കേലത്തൊടി, C സോമസുന്ദരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ CPI മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ബുധനാഴ്ച യോഗം ചേരും. മണ്ഡലത്തിലെ തുടർച്ചയായ തോൽവിയും പേയ്മെന്റ് സീറ്റ് ആരോപണവും യോഗത്തിൽ ചർച്ചയാകും. മണ്ണാർക്കാട്, അട്ടപ്പാടി മണ്ഡലം കമ്മിറ്റികൾ യോഗത്തിൽ പങ്കെടുക്കും. മണ്ണാർക്കാട് മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് മുതൽ പേയ്മെന്റ് സീറ്റ് വിവാദം പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ ഉയർന്നിരുന്നു. പാർട്ടി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതോടെ പാർട്ടി അനുഭാവികളിൽ പലരും പരസ്യമായി പേയ്മെന്റ് സീറ്റ് ആരോപണവുമായി രംഗത്തു വന്നു. വിറ്റവരും വാങ്ങിയവരും എവിടെ, കണക്ക് പറയേണ്ടി വരും, അരിവാളും നെൽക്കതിരും വിൽക്കാനുള്ളതല്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നയുടൻ പാർട്ടി ഗ്രൂപ്പിൽ ചിലർ പോസ്റ്റ് ചെയ്തിരുന്നു. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗം പ്രഹസനമായിരുന്നുവെന്നും അതിനു മുൻപ് തന്നെ സീറ്റ് കച്ചവടമാക്കിയെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. മണ്ഡലം കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങൾക്ക് പോലും പരിചയമില്ലാത്തയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായത് എങ്ങനെയെന്ന ചോദ്യത്തിന് നേതൃത്വം മറുപടി പറയേണ്ടി വരും. ഇത്തരം കാര്യങ്ങളെല്ലാം യോഗത്തിൽ ചർച്ചയാകും. അതേസമയം UDF തരംഗത്തിൽ ഭൂരിപക്ഷം 25,000-ൽ ഒതുക്കാനായതും അലനല്ലൂരിൽ UDF-ന് ജില്ലാ പഞ്ചായത്തിലേക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ഒതുക്കാനായതും അലനല്ലൂരിലെ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണെന്ന വിശദീകരണമാണ് നേതാക്കൾ നേരത്തെ മുതൽ നൽകുന്നത്. എടത്തനാട്ടുകരയിൽ സ്ഥാനാർത്ഥിയുടെ ബൂത്തിൽ ലീഡ് നേടാനായെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന പ്രതിനിധിയും യോഗത്തിൽ പങ്കെടുക്കും. മങ്കട വെള്ളിലയിൽ ഇടിമിന്നലേറ്റ് 4 വിദ്യാർത്ഥികൾ മരിച്ചു. വ്യൂ പോയിന്റ് കാണാനെത്തിയവർക്കാണ് ഇടിമിന്നലേറ്റത്. വെള്ളില പുതുക്കുടി അലിയുടെ മകൻ റഹീസ്, കൂരിമണ്ണിൽ പുത്തൻവീട്ടിൽ സെയ്തലിയുടെ മകൻ ബഹാസ്, ആലിക്കപ്പറമ്പിൽ അസീസിന്റെ മകൻ സിയാദ്, കറുത്തൻകുത്ത് നിസാറിന്റെ മകൻ ഫഹദ് എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ റോഷൻ, ഇഷ്ഹാദ് എന്നിവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. മുളയങ്കാവ് പൂരത്തോടനുബന്ധിച്ച് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സൗജന്യ കുടിവെള്ള വിതരണം നടത്തി. ബാങ്കിന്റെ മുളയങ്കാവ് ശാലയ്ക്ക് മുന്നിൽ നടന്ന കുടിവെള്ള വിതരണം ബാങ്ക് പ്രസിഡന്റ് കളത്തിൽ ദാവൂദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് മേലെ തലയ്ക്കൽ, ഡയറക്ടർമാരായ മൂസ പേങ്ങാട്ടിരി, ശശിധരൻ, KMA ബാബു, ഉണ്ണികൃഷ്ണൻ, മുൻ ഡയറക്ടർ അബ്ദുൽ സലാം, സെക്രട്ടറി അഷ്റഫ് അലി, അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് മുസ്തഫ, ബ്രാഞ്ച് മാനേജർ രേഖ മുരളീധരൻ, മറ്റ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ വകയായിട്ടുള്ള കുടിവെള്ള വിതരണം ആണിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. പൂരത്തിന് ബാങ്കിൻ്റെ എല്ലാവിധ ആശംസകളും. മുളയങ്കാവ് കാളവേല പൂരത്തോടനുബന്ധിച്ച് പുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തും വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത്. മുളയങ്കാവ് ടൗണിൽ സംഭാര വിതരണം നടത്തി. ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ സേവനവും ഒരുക്കി. പഞ്ചായത്ത് അധികാരികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ നേതൃത്വം നൽകി.
പുരോഗമന കലാസാഹിത്യ സംഘം ശ്രീകൃഷ്ണപുരം മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ പുസ്തക സംവാദം നടത്തി. ഡോക്ടർ KM അനിൽ, ഡോക്ടർ റഫീഖ് ഇബ്രാഹിം, മേഖലാ സെക്രട്ടറി AP കേലു, മേഖലാ പ്രസിഡന്റ് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി. ഗവേഷക വിദ്യാർത്ഥികളായ KP കൃഷ്ണയും K രേഷ്മിയും ചേർന്നാണ് കലാചിന്താ രൂപം, ചരിത്രം, പ്രത്യയശാസ്ത്രം എന്ന പുസ്തകം തയ്യാറാക്കിയത്. മാർക്സിസ്റ്റ് ചിന്തകരായ ഫെഡറിക് ജെയിംസൺ, ടെറി ഈഗിൾട്ടൺ, സ്വേദൻ തോദ്രോവ് എന്നിവരുടെ കലാസാഹിത്യ ചിന്തകളാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഒരു കാലത്ത് മൂലധനം പോലുള്ള കൃതികൾ വിവർത്തനം ചെയ്ത് മലയാളത്തിൽ അവതരിപ്പിച്ച സന്ദർഭത്തിൽ അന്നത്തെ അതിസാമാന്യരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവർ അത് വായിച്ച് ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. പക്ഷേ അവരുടെ കൂടി ജീവിതത്തെ നിർണയിക്കുന്ന കാര്യങ്ങളാണ് മാർക്സ് എഴുതിയ മൂലധനത്തിലുള്ളത് എന്ന് അന്ന് അവരെല്ലാം നയിച്ചുകൊണ്ടിരുന്ന ഈ ഇടതുപക്ഷ തൊഴിലാളികൾക്ക് പ്രസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് സൈദ്ധാന്തികമായ പ്രവർത്തനം പ്രായോഗികമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് ഭിന്നമല്ല. ഇവ രണ്ടും ഒരുമിച്ചാണ് വാസ്തവത്തിൽ കൊണ്ടുപോകേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ തമിഴ്നാട് സ്വദേശിനിയായ കൃഷ്ണവേണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. സംഭവത്തിൽ കൃഷ്ണവേണിയുടെ ഭർത്താവ് സേലം ആത്തൂർ സ്വദേശി മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് വൈകുന്നത് വോട്ടർമാർക്കിടയിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുവെന്നും ഇക്കാര്യം വേഗത്തിൽ തീരുമാനിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും നിയുക്ത MLA ആബിദ് ഹുസൈൻ തങ്ങൾ. ശക്തമായ ഇടിമിന്നലിൽ വാണിയംകുളം പനിയൂരിൽ വീട്ടിലും പരിസരത്തും വ്യാപക നാശനഷ്ടം. ഇടിമിന്നലേറ്റ വീടിന് കേടുപാടുകൾ. തിരുവേഗപ്പുറം മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്തെ പുഴയിൽ നിന്നും മണൽ നീക്കം പുനരാരംഭിച്ചത് വ്യവസ്ഥകൾ പാലിക്കാതെയെന്ന് ആക്ഷേപം. പുഴ മലിനമാക്കുന്ന തരത്തിൽ പ്രവർത്തികൾ നടക്കുന്നെന്ന് നാട്ടുകാരുടെ പരാതി. മഴയിലും ചോരാത്ത ആവേശവുമായി തൂതപ്പൂരം. വർണ്ണക്കാഴ്ചയേകി മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ പൂരവും ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.